PSC സഹചാരിയിലേക്ക് സ്വാഗതം. പുതിയ SCERTയിലെ ക്ലാസ് 7ൻ്റെ സോഷ്യൽ സയൻസ് ഭാഗം 1 ടെക്സ്റ്റ് ബുക്കാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പാർട്ട് 2 വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ ക്ലാസ് 7ലെ ചാപ്റ്റർ 2, അതായത് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. ഓക്കെ, അതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് തുടങ്ങാം. തമിഴ് വരികൾ. അപ്പോൾ ഇത് കുറച്ച് തമിഴ് വരികളാണ്, അതിൻ്റെ വിവർത്തനമാണ് വലതുവശത്തുള്ളത്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലുണ്ടായാൽ മതി. കാണുമ്പോൾ ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലൊന്ന് വായിച്ചു വെക്കുക, അല്ല ഒന്ന് കാണാപ്പാടൊന്നും പഠിക്കണ്ട. ഓക്കെ, എന്നിട്ട് അത് എഴുതിയ ആൾ കുലശേഖര ആഴ്വാർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കൃതിൻ്റെ പേര് പെരുമാൾ മൊഴി. അതാണ് താഴത്ത് ആ 2 ലൈന് നോക്കുക. 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ മൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തിരുവേങ്കട മലയിൽ നിന്ന് തുടങ്ങുന്ന ഈ വരി ഓർത്തിരിക്കുക. അത് 9ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവിയാണത് എന്ന് ഓർത്തിരിക്കണം. ഓക്കെ, രാജാവൊന്നല്ല, ഭക്തകവിയാണ് കുലശേഖര ആഴ്വാർ. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് പെരുമാൾ മൊഴി. ഓക്കെ, ദൈവത്തിന് സമ്പൂർണ്ണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം. ഓക്കെ, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിച്ചിരുന്നു. സാമൂഹ്യ വിഭജനം നേരിട്ടിരുന്ന ജനവിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ഓക്കെ, അപ്പോൾ ഈ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ട ജനവിഭാഗം ഏതാണ്? ഈ സാമൂഹ്യ വിഭജനം പെട്ട, അല്ലെങ്കിൽ ജാതി കൊണ്ടൊക്കെ താഴ്ന്നതെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു വിഭാഗം ആൾക്കാരാണ് കൂടുതൽ ഈ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായത്. ഓക്കെ, ക്രമേണ വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിൽ വിവിധ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമന്വയമുണ്ടായി. ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളായ ഭക്തി പ്രസ്ഥാനം, സൂഫി പ്രസ്ഥാനം ഇവയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മധ്യകാലഘട്ടത്തിലെ പ്രധാന 2 സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 1 ഭക്തി പ്രസ്ഥാനം, 2 സൂഫി പ്രസ്ഥാനം. നമുക്ക് അത് ഓർത്തിരിക്കുക. മധ്യകാലഘട്ടത്തിലാണ് ഈ 2 ഉണ്ടായതെന്നുള്ളത്. ഇനി അടുത്തത് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം. ഓക്കെ, ഈ ഭക്തി പ്രസ്ഥാനത്തെ ദക്ഷിണേന്ത്യയിലുള്ള ഭക്തി പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. ഓക്കെ, ആഴ്വാർമാർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെട്ടിരുന്ന ശിവഭക്തരുമാണ് ഈ ഭക്തകവികൾ. ഓക്കെ, അപ്പോൾ ഭക്തകവികൾ തന്നെ 2 തരം ഉണ്ട് നമ്മൾ ഈ ദക്ഷിണേന്ത്യയിൽ. ഒന്ന് ആഴ്വാർമാരാണ്, അത് വിഷ്ണു ഭക്തന്മാരാണ്. രണ്ടാമത് ശിവഭക്തന്മാരാണ്, അവരെന്താണ് വിളിച്ചത്? നായനാർമാർ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂസിങ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം കേട്ടോ. CE 7 മുതൽ 12ാം നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ നോക്കുക. അപ്പോൾ ഈ ഭക്തി പ്രസ്ഥാനം ഏത് മുതൽ ഏത് നൂറ്റാണ്ട് വരെയാണ്? CE 7 മുതൽ 12 വരെ. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 1, പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളും രചനയും ആലാപനവും. ഓക്കെ, ഇവരധികം പ്രാദേശിക ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. 2, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. 3, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. ഓക്കെ, ഒരു ജാതി വ്യത്യാസമില്ല, എല്ലാവർക്കും ഈ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ചേരാം. ഓക്കെ, രണ്ടാമത് സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം. ഓക്കെ, ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. ഇതൊക്കെ ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇനി അടുത്തത് തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. അത് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ജനകീയ പ്രസ്ഥാനമായിട്ട് ഈ ഭക്തി പ്രസ്ഥാനം എവിടെയാണ്? കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ് കേട്ടോ. ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. ഓക്കെ, ഇവർ ദേശസഞ്ചാരം നടത്തിയിരുന്നു കേട്ടോ, ഈ ഭക്തകവികളൊക്കെ. എന്നിട്ട് അവിടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ ഈ കൃതികളിലൂടെയാണ് അവർ പ്രചരിപ്പിച്ചത്. അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന അക്കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ആഴ്വാർമാരുടെയും നായനാന്മാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. ആഴ്വാർമാരുടെ രചനകൾ 4000 ദിവ്യ പ്രബന്ധമെന്നും നായനാർമാരുടെ രചനകൾ തിരുമുറൈകൾ എന്നും അറിയപ്പെട്ടു. ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു. ഓക്കെ, ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത്
കൂടുതൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പിന്നെ ഇവിടെ കൺഫ്യൂസിംഗ് ആയി പോകാനുള്ള ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത് ആഴ്വാർമാരുടെ രചനേൻ്റെ പേരും അതേമാതിരി നായനാർമാരുടെ രചനേൻ്റെ പേരും. അത് രണ്ടും പഠിക്കണം, മാറിപ്പോകരുത്. അടുത്തത് CE 1700 തമിഴ്നാട്ടിലെ ഒരു ശിവക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത തേവാരം എന്ന കൃതിയുടെ കൈയെഴുത്ത്. അതിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ തേവാരം എന്ന് പറഞ്ഞ കൃതി എവിടെ നിന്നാണ് കണ്ടെടുത്തത്? തമിഴ്നാട്ടിലെ ഒരു ശിവക്ഷേത്രമാണ്, അത് ഓർത്തിരിക്കുക. കണ്ടെടുത്ത വർഷം CE 1700 ആണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന കവികളെയാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ 2 തരം ആൾക്കാരാണല്ലോ, ഒന്ന് വിഷ്ണു ഭക്തന്മാരും 2 ശിവഭക്തന്മാരും. ഓക്കെ, അപ്പോൾ ആദ്യം വിഷ്ണു ഭക്തരായിട്ടുള്ള ആഴ്വാർമാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഉദാഹരണങ്ങൾ: 1 കുലശേഖര ആഴ്വാർ, 2 പെരിയ ആഴ്വാർ, 3 നമ്മ ആഴ്വാർ, 4 ആണ്ടാൾ. ഓക്കെ, അപ്പോൾ ഈ ആഴ്വാർമാർ എല്ലാം 3 പേരുടെ അവസാനം ആഴ്വാർന്നുണ്ട് അല്ലേ, ഒരാളത് മാത്രമേ ഉള്ളൂ ആണ്ടാൾ എന്നുള്ളത്, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ശിവഭക്തന്മാരത് കാരക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യ വാസകർ. ഓക്കെ, ഇതിൻ്റെ അവസാനം ആഴ്വാർ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഉള്ള അങ്ങനത്തെ പേരുകളാണെന്ന് ഓർത്തിരുന്നാൽ മതി. മിക്കവാറും ഇതെന്താണ് ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ ഒറ്റയാനാരെന്നൊക്കെ പറഞ്ഞിട്ടേക്കും ചോദിക്കുക. അപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമാണ്. ഓക്കെ, ഈ ശിവഭക്തന്മാരുടെ അവസാനമൊക്കെ ആണ്, പക്ഷെ ആഴ്വാറില്ല എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ബസവണ്ണ കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി. ഓക്കെ, ഈ ബസവണ്ണ ജീവിച്ചിരുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കർണാടകയാണെന്ന് ഓർത്തിരിക്കുക. ബസവണ്ണ രൂപീകരിച്ച അനുഭവ മണ്ഡപം എന്ന ചർച്ചാവേദിയിൽ നടന്ന ഒരു ചർച്ചയുടെ ചിത്രീകരണമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അനുഭവ മണ്ഡപം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ചാവേദിയാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. പിന്നെ ഈ അനുഭവ മണ്ഡപം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ബസവണ്ണ, കർണാടകയിലെ ബസവണ്ണ എന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓർക്കാൻ പറ്റണം നമുക്ക്. ഇനി അടുത്ത അനുഭവ മണ്ഡപം എന്താണെന്ന് നോക്കാം. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. ഓക്കെ, ഇത് എന്ത് ചർച്ചാവേദിയാണ്? ആത്മീയ ചർച്ചാവേദി. അത് 12ാം നൂറ്റാണ്ടിലാണെന്ന് ഓർക്കണേ. അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഓക്കെ, ആ 2 പേരുകളും ഓർത്തിരിക്കണം. അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി. ജാതി ലിംഗ വിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. ഓക്കെ, അപ്പോൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങൾ ജനങ്ങളിലേക്ക് എങ്ങനെയാണ് പകർന്നു നൽകിയത്? വചനങ്ങൾ എന്ന പേരിലാണ് ജനങ്ങളിലേക്ക് പകർന്നു നൽകിയത്. പിന്നെ ഈ അനുഭവ മണ്ഡപത്തിലെ മറ്റ് 2 പ്രധാന വ്യക്തികളാണ് അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി, അത് ഓർത്തിരിക്കുക. അടുത്തത് 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു ബസവണ്ണ. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവയെ തുടച്ചു നീക്കാനും പ്രയത്നിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. ഈ ഒരു ലൈനാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും വേണ്ടത്. അതിൽ ആ 3 പോയിന്റ്: സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി. ഇത് പിന്നെ എക്സ്ട്രാ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചിലപ്പം ഓപ്ഷൻസ് ആയിട്ട് വരും. ജനാധിപത്യം, രാഷ്ട്രീയം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോരുത്. ഈ 3 പോയിന്റ്സ് ഓർമ്മ വരണം. ബസവണ്ണയായിട്ട് ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി. ഓക്കെ, അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങൾ ഏകോപിപ്പിച്ചത്. അപ്പോൾ ഈ വീരശൈവ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ബസവണ്ണ. ഓക്കെ, കർണാടകയിലെ ബസവണ്ണയാണ് വീരശൈവ പ്രസ്ഥാനം ആരംഭിച്ചത്. മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ. ചിലപ്പോൾ ഈ സന്ദേശങ്ങൾ തന്നിട്ട് ഇത് ആരുടെ സന്ദേശമാണെന്നൊക്കെ ചോദിക്കാം. ചില കോട്ട്സൊക്കെ തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണെന്ന് ചോദിക്കാറില്ല. അതുപോലെ ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏതു ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല. ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ. ഇതൊക്കെ ആരുടേതാണ്? ബസവണ്ണയുടെ സന്ദേശങ്ങളാണ്. ഇനി അടുത്തത് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. 1. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. അത് ഓർത്തിരിക്കണം, ഏകദൈവ വിശ്വാസമാണ് പ്രോത്സാഹിപ്പിച്ചത്. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, ഈ പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കണേ. ഇനി അടുത്തത് ആ ചിത്രത്തിന് താഴെയുള്ള നോക്കാം. കർണാടകയിലെ ബസവ കല്യാണിൽ സ്ഥാപിച്ചിരിക്കുന്ന ബസവണ്ണയുടെ പ്രതിമ.
ഓക്കെ, അപ്പോൾ ഈ ബസവണ്ണയുടെ പ്രതിമ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കർണാടകയിലെ ബസവ കല്യാണിലാണ്. ആ പേര് തന്നെ ഉണ്ട് അല്ലേ, ബസവ കല്യാൺ. ഇനി കബീർ, മാനവ മൈത്രിയുടെ പ്രചാരകൻ. ഈ വരികൾ വായിക്കൂ. ഓക്കെ, അള്ളാ, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകളുണ്ട് അനവധി. പൊന്നുരുക്കി പണിതതാം വളകൾ മോതിരങ്ങളും പൊന്നുതാനല്ലയോ, വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ദൈവങ്ങളെ പല പേര് വിളിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരാൾ തന്നെയാണ്. അതിപ്പം അതൊരു ഉദാഹരണം വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഇപ്പം നമ്മൾ അണിയുന്ന വളകളായാലും മോതിരങ്ങളായാലും അതൊക്കെ സ്വർണം തന്നെയല്ലേ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. പല രൂപത്തിൽ പല പേരിൽ വള മോതിരം എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് പല രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ, പക്ഷെ അത് പൊന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ദൈവവും ഒന്ന് തന്നെയാണെന്നുള്ളൊരു ആശയമാണ് പുള്ളി എന്താണ് ഈ ഒരു വരികളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ, ഇന്നത്തെ ഉത്തർപ്രദേശ്, ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്നു കബീർ. ഓക്കെ, ഇതിപ്പം ഈ കബീർ എന്ന് പറയുന്നത് ഒരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രചാരകനായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടാണ്. പിന്നെ അദ്ദേഹം എന്താണ് ജീവിച്ച സ്ഥലം എന്താണ് വടക്കേന്ത്യയിലെ ഉത്തർപ്രദേശാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണേ. പിന്നെ കബീറിൻ്റെ കാലത്തുണ്ടായിരുന്ന പ്രധാന 2 കാര്യങ്ങളാണ് പറയുന്നത്. ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായ ആ കാലത്ത് 15-ാം നൂറ്റാണ്ടിൽ. അതുപോലെ കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. ഓക്കെ, ഈ 2 പോയിന്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തത് ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ ഈ ദോഹകൾ എന്ന് പറഞ്ഞിട്ട് ഹൈഫൺ ഇട്ടിട്ട് ഇത് ആരായിട്ട് കണക്റ്റഡ് ആണ്, നമുക്ക് ചേരുംപടിയിലൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഈ ദോഹകൾ ആരായിട്ട് ബന്ധപ്പെട്ടതാണ്, കബീർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതെന്താണ് സംഭവം, ഈ ആശയങ്ങൾ പ്രചരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കബീർ ഉണ്ടാക്കിയ കീർത്തനങ്ങളെയാണ് ദോഹകൾ എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്നതിനാൽ കബീറിൻ്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് കബീർ കൃതികളൊക്കെ എഴുതിയിരുന്നത്. അടുത്തത്, ഹിന്ദു മുസ്ലിം സഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ ചില ആൾക്കാർ എന്താണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്കിടയിലുള്ള സഹോദര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരുണ്ടാവും. ചിലവർ ഹിന്ദു മുസ്ലിം സഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പം ഇദ്ദേഹം എന്താണ് ഹിന്ദു മുസ്ലിം സഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കബീറാണെന്ന് പറയണേ. അതുപോലെ ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ചോദ്യങ്ങളാണ്. ജാതി, മതം, വർണ്ണം, കുടുംബമഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. ഭക്തി, സൂഫി ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചിരുന്നു. മതങ്ങളുടെ ബാഹ്യാരാധന ക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, ഇനി ആ ചിത്രത്തിലേക്ക് നോക്കാം. കബീർ നെയ്ത്തിലേർപ്പെട്ടിരിക്കുന്നു ജയ്പൂർ മ്യൂസിയത്തിലെ ശേഖരത്തിൽ നിന്നും. ഓക്കെ, അപ്പം കബീർ എന്താണ് നെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രം എവിടെയാണുള്ളത്, ജയ്പൂർ മ്യൂസിയത്തിലാണെന്ന് ഓർത്തിരിക്കുക. അതുള്ളൂ അവിടെ പഠിക്കാനുള്ളത്. 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പൂരയിൽ തൽവണ്ടി ഗ്രാമത്തിലാണ് ഗുരുനാനാക്ക് ജനിച്ചത്. ഓക്കെ, അപ്പോൾ ഷേഖ്പൂരിലെ തൽവണ്ടി അതിപ്പോൾ എവിടെയാണുള്ളത്, പാകിസ്ഥാനിലാണുള്ളത് കേട്ടോ. അന്ന് പഞ്ചാബിൽ ആയിരുന്നു. ഇപ്പോൾ അത് വിഭജനത്തിന് ശേഷം ഇപ്പോൾ എവിടെയാണ്, ഷേഖ്പൂരയിലെ തൽവണ്ടി പാകിസ്ഥാനിലാണുള്ളത്. അപ്പം ഈ ഗുരുനാനാക്കും ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്, കബീറിനെ പോലെ തന്നെ 15-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരുനാനാക്ക് ശ്രമിച്ചു. ഓക്കെ, അതൊക്കെ നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ ഗുരുനാനാക്ക് എന്താണ് സിഖ് മതത്തിൻ്റെ തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഗുരുനാനാക്കിനെ കാണാറുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഇദ്ദേഹം വിവിധ മതങ്ങളാശയങ്ങളൊക്കെ സമന്വയിപ്പിച്ചിട്ടാണോ ഉണ്ടാക്കിയതൊക്കെ ഒരു ഡൗട്ടായി പോകും ചോദിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെ ഡൗട്ട് ഉണ്ടാവരുത്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരുനാനാക്ക് ശ്രമിച്ചു. തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. ഓക്കെ, പുറത്തും സഞ്ചരിച്ചിട്ടുണ്ട്, അത് ഓർക്കണം. അടുത്തത്, മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരുനാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഓക്കെ, അത് ഓർക്കണേ, ഏകദൈവം എന്ന സന്ദേശം. തുല്യത, സാഹോദര്യം, സ്നേഹം,
നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഈ പ്രോത്സാഹിപ്പിച്ച ആശയങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക: തുല്യത, സഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത. ജാതി വിഭജനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു. ഓക്കെ, ജാതി വിവേചനം, വിഗ്രഹാരാധനയും നമുക്ക് അറിയാം. പക്ഷെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു സാധനം കൂടി ഉണ്ട്, നമ്മൾ അധികം കേൾക്കാത്ത തീർത്ഥാടനം. അതിനെയും ഗുരുനാനാക്ക് നിരാകരിച്ചിരുന്നു കേട്ടോ, അത് ഓർത്തിരിക്കുക. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലംഗാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി. ഓക്കെ, അപ്പോൾ ഈ ലംഗാർ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊതു അടുക്കള എന്നാണ്. അല്ലെങ്കിൽ ഈ പൊതു അടുക്കള അല്ലെങ്കിൽ ലംഗാർ എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുനാനാക്കായിട്ടുള്ളതാണ്. ഓക്കെ, ഓർക്കണേ. ഈ അടുത്തത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഇനി ആ ചിത്രത്തിൻ്റെ അടിയിലേക്ക് നോക്കുക. അമൃത്സറിലെ ബാബ അടൽ ഗുരുദ്വാരയിലെ ഗുരുനാനാക്കിൻ്റെ ചുമർ ചിത്രം. ഓക്കെ, അപ്പോൾ ഈ ഗുരുനാനാക്കിൻ്റെ ചുമർ ചിത്രമുള്ള ഈ ബാബ അടൽ ഗുരുദ്വാര എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അമൃത്സറിലാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, ബാബ അടൽ ഗുരുദ്വാര, അമൃത്സർ. ഇനി അടുത്തത് സിഖ് മതത്തെ, വലതുവശത്തേക്ക് നോക്കുക. സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദി ഗ്രന്ഥ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരെന്താണ്, ഗുരുഗ്രന്ഥ സാഹിബ്. ഓക്കെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്, ആദി ഗ്രന്ഥ അല്ലെങ്കിൽ ഗുരുഗ്രന്ഥ സാഹിബ്. ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദി ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. ഓക്കെ, ഇപ്പോൾ ഈ എന്താണ് ഈ സിഖ് ഗുരുക്കന്മാർ 10 പേരാണുള്ളത് അല്ലേ, അവരുടെ എന്താണ് രചനകളാണ് ഈ ആദി ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. ആ 10 പേരെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ആ 10 പേരെ ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് ആ 10 പേരെ പഠിക്കണേ. അത് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചോദിക്കാറുണ്ട്. ആദി ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ഇനി ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം, ജാതിലിംഗ വംശ വിവേചനങ്ങൾക്കെതിരായുള്ള ചിന്ത എന്നിവ ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങൾ ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കാര്യങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റിൽ വരാൻ സാധ്യതയുണ്ട്, ഓർത്തിരിക്കുക. അതൊക്കെയാണ് ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം ഇവയുടെ ആശയങ്ങളുണ്ട്. പിന്നെ എന്താണ്, ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം, ജാതിലിംഗ വംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത എന്നിവയും ഉൾച്ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇടതുവശത്ത് ഏറ്റവും താഴത്ത് നോക്കാം, ഗുരു ഗ്രന്ഥ സാഹിബ് കയ്യെഴുത്ത് പ്രതി. ഓക്കെ, അവരുടെ ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതാ വർഷം, 1704 CE. ഓക്കെ, ആ കാലഘട്ടത്തിലുള്ള കയ്യെഴുത്ത് പ്രതിയാണ്. ഇനി അടുത്തത് ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഭക്തി പ്രസ്ഥാനത്തിലെ ആണുങ്ങളെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ഇനി കുറച്ച് പെണ്ണുങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. മധ്യകാലഘട്ടത്തിലെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു. ആരാധന സ്വാതന്ത്ര്യത്തിനും സാഹചര്യങ്ങളും വ്യത്യാസമായിരുന്നില്ല. അതായത് അവർക്ക് ആരാധന സ്വാതന്ത്ര്യവും കുറവായിരുന്നു സ്ത്രീകൾക്ക്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ തയ്യാറായി. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി. ഓക്കെ, അപ്പോൾ മീരാബായി നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത് എവിടെയാണ് ജനിച്ചത്, രാജസ്ഥാനിലെ ചിത്തോർ എന്ന സ്ഥലത്തെ രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി. അവർ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. അപ്പോൾ മീരാബായി എന്ന് പറയുന്നത് ഒരു കൃഷ്ണഭക്തിയാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുക. മീരാബായി രചിച്ച കൃഷ്ണഭജനുകൾ ഏറെ പ്രസിദ്ധമാണ്. ഓക്കെ, അപ്പോൾ കൃഷ്ണഭജനുകൾ ആരാണ് രചിച്ചത്, മീരാബായിയാണ്. അല്ലെങ്കിൽ ഒരു ചേരുംപടി ചേർക്കാം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മൾ ചില എന്താണ് ഭക്തി പ്രസ്ഥാനത്തിലെ ചില പ്രമുഖരുടെ പേരും അവരായിട്ട് കണക്ട് ചെയ്യുന്ന 1-2 വാക്കുകളൊക്കെ പഠിച്ചില്ല അല്ലേ. അപ്പോൾ അതുപോലെ മീരാബായിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു വാക്കാണ് കൃഷ്ണഭജൻ എന്നുള്ളത് ഓർത്തിരിക്കുക. തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്ത കവയിത്രിമാരായിരുന്നു കാരക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ. ഓക്കെ, അപ്പോൾ ഈ തമിഴ്നാട്ടിലെ പ്രശസ്തരായ ഭക്ത കവയിത്രിമാർ. ഓക്കെ, കാരക്കൽ അമ്മയാറും ആണ്ടാളും നമ്മൾ മുമ്പ് കണ്ടു അല്ലേ. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികളെ പേര് നമ്മൾ പഠിച്ചു അല്ലേ. അതിൽ എന്താണ് ഈ വിഷ്ണു ഭക്തരെ ഒരു ചിത്രവും നമ്മൾ പഠിച്ചു. എന്താണ് ശിവഭക്തരെ ഒരു ചിത്രവും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ 4 പേര് വെച്ച് എക്സാമ്പിൾ. ഇപ്പോൾ കാരക്കൽ അമ്മയാർ എന്ന് പറയുന്നത് ആരാണ്, ഒരു ശിവഭക്തിയായിരുന്നു അല്ലേ. അതുമാതിരി ആണ്ടാൾ എന്ന് പറയുന്ന നമ്മൾ ഓർത്തിരിക്കുക എന്താ പറഞ്ഞാൽ അവസാനം ആറുണ്ട്, പക്ഷെ ആഴ്വാറല്ല. അങ്ങനെയാണെങ്കിൽ അവർ എന്താണ് ശിവഭക്തരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമാതിരി ആണ്ടാൾ എന്ന് പറയുന്നത് എന്താണ്, വിഷ്ണു ഭക്തയാണ് അല്ല. അത് നമ്മളൊരു സ്പെഷ്യൽ കേസാണ്. എന്താണ് വിഷ്ണു ഭക്തന്മാരെല്ലാവരും അവസാനം ആഴ്വാറുന്നുണ്ട്, പക്ഷേ ഈ ആണ്ടാളിന് മാത്രം എന്താണ് ആഴ്വാറല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കുക.
തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത്. അടുത്തത് വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി. ഓക്കെ, ഈ വീരശൈവ പ്രസ്ഥാനം ആരാ ഉണ്ടാക്കിയെന്ന് നമ്മൾ പഠിച്ചില്ലേ? ബസവണ്ണ. അപ്പോൾ ബസവണ്ണനെ പറ്റി പഠിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ആ ചർച്ചാവേദി എല്ലാ 2 പേര് നമ്മൾ പഠിച്ചിരുന്നു. അതിന് ഒരാളുടെ പേരെന്താണ്? അക്ക മഹാദേവി അല്ലേ. സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു. ആര്? അക്ക മഹാദേവി. ഓക്കെ, മഹാരാഷ്ട്രയിലെ ബഹീനാബായി, സൊയ്റാബായി, അതുപോലെ കാശ്മീരിലെ ലാൽബേദ് തുടങ്ങിയവരും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ്. ഇതൊക്കെ സ്ത്രീകളാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ ബഹീനാബായി, സൊയ്റാബായും അതുപോലെ കാശ്മീരിലെ ലാൽബേദ്, ആ പേര് കേട്ടിട്ട് കൺഫ്യൂഷൻ ആവേണ്ട, ഒക്കെ സ്ത്രീകളാണ്. കാരണം നമ്മൾ സ്ത്രീകളെ പറ്റിയിട്ടാണല്ലോ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അക്ക മഹാദേവി കർണാടകയായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ ബസവണ്ണ വീരശൈവ പ്രസ്ഥാനം. അത് ഓർത്തിരിക്കുക. ഇതിനകത്ത് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പഠിക്കണം കേട്ടോ. അക്ക മഹാദേവി കർണാടക, മഹാരാഷ്ട്രയിൽ 2 പേര്, കാശ്മീരിൽ ഒരാൾ, പിന്നെ രാജസ്ഥാനിലുള്ള ആരാണ്? മീരാബായി. അപ്പോൾ ഇതൊക്കെ ചേരുംപടി ചേർക്കാനായിട്ട് ചോദിക്കാം. ഓക്കെ, ഇതാ മീരാബായിൻ്റെ ഒരു ചിത്രമാണുള്ളത്. മീരാബായി ഹിമാചൽ പ്രദേശിലെ കാൻഗ്ര പെയിൻറ്റിങ്. ഓക്കെ, മീരാബായിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ ഉള്ളത്. അത് ഹിമാചൽ പ്രദേശിലെ ഒരു കാൻഗ്ര പെയിൻറ്റിങ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അല്ലെങ്കിൽ ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത് ഈ കാൻഗ്ര പെയിൻറ്റിങ് ഹിമാചൽ പ്രദേശായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളൊരു കാര്യം ഓർത്തിരുന്നാൽ മതി. ഇനി ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ. സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. നമ്മൾ ഈ ഭക്തി പ്രസ്ഥാനം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു യാഥാസ്ഥിതികമായിട്ടുള്ള എന്ത് സംഭവം എന്ന് വിചാരിക്കും, ഭക്തി കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേ. പക്ഷെ അങ്ങനെയല്ല. ഈ ഭക്തി പ്രസ്ഥാനത്തെ പിൽക്കാലത്ത് ഇന്ത്യയിൽ സാമൂഹികവും മതപരവുമായ മേഖലയിൽ പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷനായി പോകരുത്. ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലേ. താഴ്ന്ന ജാതിക്കാരാണ് കൂടുതലും ഈ ഭക്തകവികളായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിൽ ഭക്തി പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിരുന്ന ആൾക്കാർ. ഇവർ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു. തൽഫലമായി സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. അനുഭവ മണ്ഡലത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അനുഭവ മണ്ഡപം ആരായിട്ട് ബന്ധപ്പെട്ടാണ്? ബസവണ്ണ അല്ലേ, കർണാടകയിലെ ബസവണ്ണയായിട്ട്. അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തു. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ഈ ജാതി വ്യവസ്ഥനെ എതിർത്തു, പിന്നെന്താണ് സ്ത്രീ പുരുഷ സമത്വം, അതുപോലെ ഈ ജോലിയെ പറ്റിയിട്ടൊക്കെ അവരെ ബോധവൽക്കരിക്കാനൊക്കെ പറ്റി, അധ്വാനത്തിൻ്റെ മഹത്വത്തെ പറ്റിയിട്ടൊക്കെ അല്ലേ. ഇനി നമ്മൾ രണ്ടാമത്തെ പ്രസ്ഥാനത്തിലെ സാംസ്കാരിക പ്രസ്ഥാനത്തിലേക്ക് കടക്കുകയാണ്. ഭക്തി പ്രസ്ഥാനം നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ സൂഫി പ്രസ്ഥാനത്തിലേക്ക് നമുക്ക് പോവാം. ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ സന്ദർശന വിവരം ഔലിയ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് സുൽത്താൻ അറിയാം. എന്നാൽ ഖുസ്രു ഇക്കാര്യം ഔലിയയോട് പറഞ്ഞു. ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി. ഖാൻഗാഹിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാനാകാതെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നുവല്ലേ? ഖുസ്രു മറുപടി പറഞ്ഞു. രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ. പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടപ്പെടുക. അപ്പോൾ ഈ ഒരു ഖണ്ഡികയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന ഒരു ഡൽഹി സുൽത്താൻ ആയിരുന്നു എന്ന് ഓർക്കണം. അതുപോലെ അമീർ ഖുസ്രു, നമുക്കറിയാം ഇന്ത്യയുടെ തത്ത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ തത്ത ആരെന്ന് പറയുന്നത് അമീർ ഖുസ്രു ആണ്, ഒരു കവിയാണ് അല്ലേ. അമീർ ഖുസ്രുവിനെ പറ്റിയിട്ട് നമ്മൾ അവസാനം പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അമീർ ഖുസ്രുവിൻ്റെ ഗുരു ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഖണ്ഡികയിൽ നിന്ന് നമുക്ക് കിട്ടും. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ആണ് അമീർ ഖുസ്രുവിൻ്റെ ഗുരു. ഓക്കെ, ഇനി അവസാനത്തെ വരികൾ നോക്കാം. മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ സൂഫി ഗുരുവാണ് ആര്? നിസാമുദ്ദീൻ ഔലിയ. അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു എന്നല്ലേ ഈ സംഭവം നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സൂഫിസം എന്ന പദം ഉണ്ടായത് കംബ്ലി എന്ന അർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു.
ഓക്കെ, ഇതിലേതാണെന്ന് ഉറപ്പില്ല. ഇതിലേതോ രണ്ടെണ്ണത്തിൽ ഒന്നെങ്കിൽ കമ്പിളി എന്ന് പറയുന്ന സുഫ്, അല്ലെങ്കിൽ ശുദ്ധി എന്ന വാക്കായ സഫി, ഇതിലേതോ ഒന്നിൽ നിന്നാണ് സൂഫിസം എന്ന് പറഞ്ഞ വാക്കുണ്ടായെന്ന് ആണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാക്കിൻ്റെ അർത്ഥങ്ങൾ പഠിച്ചേക്കുക. സുഫ് എന്ന് പറഞ്ഞാൽ കമ്പിളി, സഫി എന്ന് പറഞ്ഞാൽ ശുദ്ധി. ഇനി അടുത്തത്, ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. അതിനുള്ള ഒരു വഴി ഭക്തിഗാനാലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി. ഓക്കെ, ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം, ഓർത്തിരിക്കുക. ഓക്കെ, ദൈവത്തോട് അടുക്കാനുള്ള മാർഗമായിട്ട് സൂഫികൾ എന്താണ് കണ്ടത്? ഭക്തിഗാനാലാപനം. ഓക്കെ, അത് നല്ല സ്റ്റേറ്റ്മെൻ്റ് ആണ്. സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസം, സ്വാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഓക്കെ, അധിക സ്ഥലത്തും എന്താണ് ഈ ഏകദൈവ വിശ്വാസം തന്നെയാണ് പറയുന്നത് അല്ലേ, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ, അത് ഓർത്തിരിക്കുക. ഇനി മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഓക്കെ, മധ്യേഷ്യൻ പ്രദേശത്താണ് രൂപം കൊണ്ടത്, ഒരു ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം എന്നും ഓർത്തിരിക്കുക. ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. എവിടുത്തെ? മധ്യേഷ്യയിൽ. ഓക്കെ, അത് ഓർത്തിരിക്കണം. ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. 12-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. അപ്പം സൂഫി പ്രസ്ഥാനം ഇന്ത്യയിൽ എന്നാണ് എത്തിച്ചേർന്നത്? 12-ാം നൂറ്റാണ്ടിൽ. സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്രവർദി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഓക്കെ, അപ്പം ഈ സൂഫി വിഭാഗങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സിൽസിലകൾ എന്നാണ്. അങ്ങനെ 12 സിൽസിലകളുണ്ട്. അതിൽ ഇന്ത്യയിൽ എത്തിച്ചേർന്ന സിൽസിലകൾ ഏതൊക്കെയാണ്? ചിസ്തി, സുഹ്രവർദിനി. ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ നിങ്ങൾ എന്താണ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, റിവിഷൻ ചെയ്യാനുള്ള രീതിയിൽ. ഓക്കെ കേട്ടോ. ഇനി നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയ്ക്ക് മുന്നിലെ കവാലി, അതിൻ്റെ ഒരു ചിത്രമാണുള്ളത്. ഈ വാക്കുകളൊക്കെ നിസാമുദ്ദീൻ ഔലിയ, നമ്മൾ എന്താണ് ഔലിയനെ പറ്റി നമ്മൾ പഠിച്ചില്ലേ, അമീർ ഖുസ്രുവിൻ്റെ എന്താണ് എന്ത് ഗുരുവാണ്? സൂഫി ഗുരു ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഈ ദർഗ, കവാലി ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തതിൽ. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ. സൂഫി ഗുരുവിനെ പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നുമാണ് വിളിച്ചിരുന്നത്. ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചോദിക്കാം അല്ലെ. അനുയായികളെ പീർ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സൂഫി ഗുരുവിനെ മുരീദ് എന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തെറ്റിച്ച് തരാം അല്ലേ. അപ്പോൾ അത് തെറ്റിപ്പോകരുത്, നമുക്ക് കറക്റ്റ് എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം. സൂഫി ഗുരുവിനെ പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നും. സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്നു ഖാൻഗാഹുകൾ. ഓക്കെ, അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു. ഓക്കെ, സൂഫി ഗുരുക്കളുടെ താമസ സ്ഥലത്തിൻ്റെ പേരാണ് ഖാൻഗാഹുകൾ. അത് അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു. ഓക്കെ, സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഖവാലികൾ. ഓക്കെ, അപ്പോൾ ഈ എന്താണ് സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളെ, ഈ സൂഫി കേന്ദ്രങ്ങളിൽ പാടിയിരുന്ന ഭക്തിഗാനങ്ങളാണ് ഖവാലികൾ. ഓക്കെ, പിന്നെ ആ ഒരു ഗാനാലാപന ശൈലിക്ക് പറയുന്നതാണ് സമ. ഓക്കെ, ഇതൊക്കെ ഓർത്തിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു തെറ്റിച്ചൊക്കെ തരും സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് സൽത്താനേറ്റ്. സൽത്താനേറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഈ സുൽത്താൻ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, ഈ മുഗൾ രാജവംശം വരുന്നതിന് മുന്നിലുള്ള ഖിൽജി എന്നൊക്കെ പറഞ്ഞിട്ട്, തുഗ്ലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനാണ് സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടങ്ങളിൽ, അതായത് സുൽത്താൻ കാലഘട്ടങ്ങളിലും അതേമാതിരി മുഗൾ കാലഘട്ടങ്ങളിലും വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അത് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സൂഫികൾ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ എന്താണ് ജനവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സാധിച്ചു? അതായത് സുൽത്താൻ കാലഘട്ടത്തിലുമുണ്ട്, മുഗൾ കാലഘട്ടത്തിലുമുണ്ട്. ഇനി അടുത്ത ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും. സൂഫി വര്യന്മാർ, പ്രദേശങ്ങൾ. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദി, അദ്ദേഹത്തിൻ്റെ പ്രദേശം ഏതാണ്? സിൽഹറ്റാണ്. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, അദ്ദേഹം എവിടെയാണ്? ഡൽഹിയിലാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡൽഹിയിലെ രാജാവ് അല്ലെങ്കിൽ സുൽത്താൻ ഔലിയയെ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പം ഡൽഹിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അടുത്തത് ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി. ഓക്കെ, അദ്ദേഹം എവിടെയാണ്? അജ്മീറിലാണ് അല്ലേ. അജ്മീർ എവിടെയാണ്? രാജസ്ഥാൻ. ഇനി അടുത്തത് പ്രാദേശിക ഭാഷകളുടെ വളർച്ച. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരണം നടത്തിയത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടു.
കൂടാതെ പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യകൃതികളും ഉണ്ടായി. പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണല്ലേ, മധ്യകാല ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. ഈ ഉറുദു ഉണ്ടായത് എങ്ങനെയാണ്? പേർഷ്യൻ ഭാഷയും ഹിന്ദി ഭാഷയും കൂടി ചേർന്നിട്ടാണ്. ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ തത്ത എന്ന് പറയപ്പെടുന്ന ആളാണ് അമീർ ഖുസ്രു. ഇദ്ദേഹം ഉറുദു ഭാഷയിലെ എഴുത്തുകാരനായിരുന്നു. കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. അല്ലേ, ദോഹ എന്ന് പറയുന്നത് ആരായിട്ട് ബന്ധപ്പെട്ടാണ്? കബീർ. ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മഹാഭാരതം, രാമായണം, അപ്പോൾ ഈ ദോഹകൾ ഏത് ഭാഷയിലാണ് രചിച്ചതെന്ന് നമുക്ക് ചോദിക്കില്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഹിന്ദി ഭാഷയിൽ. ഇനി മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകി. ഇനി അടുത്തത് പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന സാഹിത്യകൃതികളും രചയിതാക്കളുമാണ്. അപ്പോൾ പ്രാദേശിക ഭാഷ, കൃതി, അതിൻ്റെ രചയിതാവ്, ഇതൊക്കെ ചേരുംപടിയായിട്ട് ചോദിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ തമിഴിൽ 2 കൃതികളാണ്. ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചു അല്ലേ. 4000 ദിവ്യപ്രബന്ധം എന്ന് പറയുന്നത് ആഴ്വാർമാർ അല്ലെങ്കിൽ വിഷ്ണു ഭക്തന്മാരുടെ ഒരു കൃതിയാണ്. അതുപോലെ തിരുമുറൈകൾ എന്ന് പറയുന്നത് നായനാർമാരുടെ അല്ലെങ്കിൽ ശിവഭക്തന്മാരുടെ കൃതിയാണ്. ഇനി കന്നഡയിലുള്ള ഒരു കൃതിയാണ് വചനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. ഓക്കെ, ഇവരാണ് ഈ വചനങ്ങളുടെ രചയിതാക്കൾ. ഇനി അടുത്തത് തെലുങ്കിലുള്ള കൃതികളാണ് മഹാഭാരത വിവർത്തനം. അത് ആരൊക്കെയാണ്? നന്നയ്യ, തിക്കണ്ണ, യരപ്രഗത. ഓക്കെ, ബംഗാളി ഭാഷയിലുള്ള കൃതിയാണ് ഗീതഗോവിന്ദം. ഓക്കെ, അതിൻ്റെ രചയിതാവ് ജയദേവനാണ്. ഈ ഗീതഗോവിന്ദം എന്ന് പറയുന്നത് കണ്ടോ, അതിൻ്റെ ഒരു കറക്റ്റ് സ്പെല്ലിങ് നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ ഗീതാഗോവിന്ദം എന്നാണ് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അത് താ കഴിഞ്ഞിട്ട് ദീർഘം വേണ്ട, ഗീതഗോവിന്ദം എന്നാണ്. അത് PSC ചോദിക്കാറുണ്ട് കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ. ജയദേവൻ ആണ് അതിൻ്റെ കർത്താവ്. അതേമാതിരി ഹിന്ദി പത്മാവത് എന്ന് പറഞ്ഞ കൃതി മാലിക് മുഹമ്മദ് ജെയ്സിയാണ് രചയിതാവ്. അതേമാതിരി മലയാളത്തിലെ കൃതികൾ നിങ്ങൾക്കറിയാം. ജ്ഞാനപ്പാൻ എഴുതിയത് പൂന്താനമാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. പിന്നെ ഒരു എക്സ്ട്രാ ഉള്ളൊരു കാര്യം PSC ചോദിക്കുന്ന ഒരു സാധനമാണ് മുഹീദ്ദീൻ മാല. അത് ഖാസി മുഹമ്മദാണ്. PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മുഹീദ്ദീൻ മാല എഴുതിയത് ആരെന്നുള്ളത് ഖാസി മുഹമ്മദാണ്. ഇനി അടുത്തത് ഈ ഭക്തി സൂഫി ചിന്തകളുടെ സ്വാധീനം എന്തെങ്കിലുമൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് മതസഹിഷ്ണുത അല്ലേ. ഈ മതസഹിഷ്ണുത ഉണ്ടാക്കുന്നതിൽ ഒരു ഭയങ്കര സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം ജനങ്ങളിൽ ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട് അല്ലേ. അടുത്തത് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മധ്യകാല ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രധാന ഭക്തി സൂഫി പ്രചാരകരും ഒരു സ്ഥലങ്ങളുമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാലും ഒന്ന് റിവിഷൻ ചെയ്യാൻ ഈ ഒരു ചിത്രം ഭയങ്കര ഉപകാരപ്പെടും. ആദ്യം നമുക്ക് കേരളത്തിലേക്ക് നോക്കാം. കുലശേഖര ആഴ്വാർമാർ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? കേരളത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് കാണിക്കുന്നത്. അതേമാതിരി ഈ നൂറ്റാണ്ടുകൾ നിങ്ങൾ അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ആൾക്കാരുടെ പേരും അവർ ജീവിച്ചിരുന്ന സംസ്ഥാനങ്ങളും അറ്റ്ലീസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് നായനാർമാർ എവിടെയായിരുന്നു? തമിഴ്നാട് ഭാഗത്താണ്. ഉദാഹരണം അപ്പർ സംബന്ധർ അല്ലേ. രാമാനുജാര്യ തമിഴ്നാട്ടിലാണ്. അതേമാതിരി ആഴ്വാർമാർ എവിടെയാണ്? പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ, ഇവരൊക്കെ തമിഴ്നാട്ടിലായിരുന്നു. അടുത്തത് കർണാടകയിൽ അല്ലേ. കർണാടകയിൽ ബസവണ്ണ എന്ന് പറഞ്ഞ ആൾ എവിടെയാണ്? കർണാടകയിലായിരുന്നു. അദ്ദേഹം വീരശൈവറായിരുന്നു. കുറച്ച് വീരശൈവർക്ക് ഉദാഹരണങ്ങളാണ് അല്ലമ്മ പ്രഭു, അക്ക മഹാദേവിയും അല്ലേ. ബസവണ്ണിയും ഒരു വീരശൈവറായിരുന്നു. ഇനി അടുത്തത് മഹാരാഷ്ട്രയിലേക്ക് പോകാം. അവിടെ തുക്കാറാം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതേമാതിരി ഏകനാഥ് ഉണ്ട്. പിന്നുള്ളത് ആരാണ്? ചൊക്കമേല എന്ന് പറഞ്ഞ ആൾ മഹാരാഷ്ട്രയിലാണ്. പിന്നുള്ളത് മീരാബായിനെ കാണിക്കുന്നുണ്ട്. മീരാബായി നമ്മൾ പറഞ്ഞു രാജസ്ഥാനിലാണെന്നല്ലേ. പിന്നുള്ളത് ദാദു ദയാൽ. പിന്നുള്ളത് ദാദു ദയാലാണ്. ദാദു ദയാൽ എവിടെയാണ്? ഗുജറാത്തിലാണ് കാണിക്കുന്നത്. പിന്നെ ഖ്വാജ മൊയ്തീൻ ചിസ്തി രാജസ്ഥാനിലാണ്. സൂർദാസ് എവിടെയാണ്? ഹരിയാന ഭാഗത്താണുള്ളത്. അതേമാതിരി ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ നമ്മൾ പറഞ്ഞു ഡൽഹിയിലാണെന്ന് പറഞ്ഞു. ഗുരുനാനാക്ക് എവിടെയാണ്? പഞ്ചാബ് ഭാഗത്താണ്. അതേമാതിരി ലാൽബേദ് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണെന്ന് നമ്മൾ കണ്ടു അല്ലേ. ഇനി നമുക്ക് കിഴക്കൻ ഭാഗത്തേക്ക് പോവാം. കിഴക്കൻ ഭാഗത്ത് ബംഗാൾ ഭാഗത്ത് ആരാണ്? ചൈതന്യ മഹാപ്രഭു ആണുള്ളത്.
പിന്നുള്ളത് ഉത്തർപ്രദേശിൽ ആരൊക്കെയാണുള്ളത്? രാമാനന്ദ, തുളസീദാസ്, കബീർദാസ്, വല്ലഭാചാര്യ, റായിദാസ് അല്ലേ. ഇനി ആസാമിൽ 2 പേരുണ്ടല്ലേ, ഒന്ന് ഷെയ്ഖ് നിസാമുദ്ദീൻ സുഹ്രവർദിയും അതേമാതിരി ശങ്കർ ദേവിയും. ഓക്കെ, അപ്പോൾ ഈ ചിത്രം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എവിടെയെങ്കിലും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണെന്ന് റിവൈസ് ചെയ്യുന്നതിന് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ മധ്യകാല ഇന്ത്യ ഡിഗ്രി പ്രിലിംസിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ KIS നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് March 7-ന്. അപ്പം അതിൻ്റെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് മധ്യകാല ഇന്ത്യ. അപ്പോൾ അതിൽ ഈ SCERTയിലുള്ള ഭാഗങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. എന്തായാലും അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.